ഇന്നലെ കൊട്ടിക്കലാശത്തിൻ്റെ ആവേശമായിരുന്നു. ഇന്ന് നിശബ്ദ പ്രചരണം. ഇനി മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്താൻ. എങ്ങനെ ആവേശം 100% ഉയർന്നോ? തീർച്ചയായിട്ടും ആവേശം എത്രത്തോളം എന്ന് ശതമാനമൊന്നും പറയണ്ട, അതിൻ്റെ ഏതാണ്ട് എല്ലാ നിലയിലും ആവേശത്തിലാണ്. കാരണം ഇന്നലെ നമ്മളവിടെ കണ്ടല്ലോ, അവിടെ കണ്ടപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ നമ്മളെ കൂടിയാണ് വന്നത്. അപ്പുറത്ത് 2 ക്രെയിനുണ്ട്, ആ ക്രെയിനിൻ്റെ മേലെ 2 സ്ഥാനാർത്ഥികൾ കയറിയിരുന്നു. അതാണ് എൻ്റെ അർത്ഥം. നമ്മൾ ജനങ്ങളെ കൂടിയാണ്, നമ്മളെപ്പം ഭൂമിയിൽ ജനങ്ങളെ കൂടിയുണ്ട്. അവർ 2 പേരും ആകാശത്ത് മത്സരിക്കുക. എന്തിനാണ് മത്സരിക്കുന്നത്? ഇവിടെ സെക്കൻഡ് ആരായിരിക്കുന്ന മത്സരം, അതിൽ സംശയമൊന്നും വേണ്ട. നമുക്ക് പൂർണ്ണ വിശ്വാസമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത്തവണ വിജയം കൊയ്യുമെന്ന്. അത് ഉറപ്പാണ്. ഇനി വോട്ടർമാർ വോട്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. അവരെ മനസ്സൊക്കെ നമ്മുടെ കൂടെയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ രവിയേട്ടനെ വ്യക്തിപരമായി അവഹേളിക്കാൻ, അതായത് രവിയേട്ടൻ ആരാ എന്നൊക്കെ ഒരു പ്രതിയോഗി തന്നെ ചോദിച്ചു. കഴിഞ്ഞ ദിവസം തന്നെ വേറൊരു വിവാദം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. ആരൊക്കെ തമ്മിലാണ് ഒരു മത്സരം എന്ന് രവിയേട്ടന് ചോദിച്ചപ്പോൾ ഞാനും BJP സ്ഥാനാർത്ഥിയും തമ്മിലാണ് മത്സരം എന്നൊരു മാധ്യമം അതൊരു വാർത്തയായി കൊടുക്കുകയും അതൊരു വിവാദമാക്കാനുള്ള ശ്രമം നടത്തി. ഇപ്പോൾ രവിയേട്ടന് തോന്നുന്നു ആരൊക്കെ തമ്മിലാണ് ഇഞ്ചോടിഞ്ചൊരു പോരാട്ടം തലസ്ഥാന മണ്ഡലത്തിൽ? ഞാൻ പറയാം, ഇവിടെ നമ്മുടെ MP ആയിരുന്ന ആളുണ്ടല്ലോ, അദ്ദേഹം ഇപ്പോൾ ഒരുപാട് താഴേക്ക് പോയിരിക്കുന്നു. ശശി തരൂർ ആ താഴേക്ക് പോയിരുന്ന അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അടിയിലെ മണ്ണ് ഇങ്ങനെ ഒലിച്ചു പോയത് അദ്ദേഹം അറിയുന്നില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രശ്നം. ഒന്നാമത് അദ്ദേഹത്തോടൊപ്പം തന്നെ ഏതാണ്ട് വരികയാണ് BJP. അതുകൊണ്ട് ഞാനെന്ന് പറഞ്ഞ് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ BJP ഈ കോൺഗ്രസുമായിട്ട് കുറച്ച് അടുത്തടുത്ത് വരിക. അപ്പം ചിലപ്പോൾ 2ാം സ്ഥാനത്ത് വന്നാൽ അത് ആലോചിക്കേണ്ട കാര്യമില്ല. അപ്പം കേരളത്തിലെ പൊതുവുള്ള സ്ഥിതിയിൽ BJPയിൽ 2ാം സ്ഥാനത്ത് UDF ആണ്, ഇവിടെ 2ാം സ്ഥാനത്ത് UDF കണക്കിൽ. പക്ഷേ ആ UDF ഇപ്പം ദുർബലമായിക്കൊണ്ടിരിക്കുന്ന ഒരു സത്യമാണ്. ആ സത്യം ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ, വിവാദമാവേണ്ട കാര്യമില്ല. എന്നിട്ട് അത് നമ്മുടെ CPMൻ്റെ പാർട്ടി സെക്രട്ടറി ഗോവിന്ദമാഷോട് ചോദിച്ചു. ഗോവിന്ദമാഷ് പറഞ്ഞ കേരളത്തിൽ മുഴുവൻ 2ാം സ്ഥാനത്ത് UDF ആണെന്ന്. അതൊരു യാഥാർത്ഥ്യമാണ്. വോട്ടിൻ്റെ സ്ട്രെങ്ത് വെച്ച് നോക്കും UDF 2ാം സ്ഥാനത്ത്. പക്ഷേ ഇവിടെ UDF ഒരുപാട് ദുർബലമായിരിക്കുന്നു എന്ന കാര്യമാണ് പറഞ്ഞത്. അതുകൊണ്ട് ഇപ്പം നമ്മളെ മുമ്പിൽ കാണുന്നത് UDFും അതുപോലെ തന്നെ BJPയും തമ്മിലുള്ള പോരാട്ടമാണ്. അത് 2ാം സ്ഥാനത്തിനുള്ള പോരാട്ടമാണ്. ആ 2ാം സ്ഥാനത്തിനുള്ള പോരാട്ടത്തിൽ ആര് ജയിക്കുന്നുള്ളത് നമുക്കിനി വോട്ടെണ്ണി വിവരം പറയാം. രവിയേട്ട, ഇനി അവസാന മണിക്കൂറാണ്. ഇനിയാണ് വ്യാപകമായി സോഷ്യൽ മീഡിയയിലൊക്കെ കുപ്രചരണത്തിനും ഈ വലിയ ശതകോടീശ്വരന്മാരാണ് എതിരാളികൾ കാശൊഴുക്കാനൊക്കെ ശ്രമം നടത്തുക. അതിൽ നമ്മൾ വോട്ടർമാരോട് അവസാന നിമിഷം ഇത് ജാഗ്രത പാലിക്കാൻ എന്താ രവിയേട്ടൻ അഭ്യർത്ഥിക്കാനുള്ളത്? അല്ല, വോട്ടർമാരോട് പറയാനുള്ളത് ഒരു കാര്യമാണ്. തിരുവനന്തപുരം പാർലമെൻറ്റിൽ ഇടതുപക്ഷം ജയിച്ചേ പറ്റൂ. ആ ജയിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യവും നമുക്കുണ്ട്. നമുക്കതിനുള്ള വോട്ടർമാരുമുണ്ട്. അത് മുഴുവൻ പോൾ ജയിക്കുന്നതിനുള്ള ഏർപ്പാടുണ്ടാക്കുക. കിംവദന്തികൾ പലതും വരും, അത് പലതും വരുത്താൻ സമർത്ഥന്മാരാണ് അവർ. ആ കിംവദന്തികളിലൊന്നും നമ്മൾ കുടുങ്ങാതെ നമ്മൾ വോട്ട് പോൾ ചെയ്യുക. എന്തൊക്കെ ഇവിടെ പറഞ്ഞ് ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പ്രധാനമായും പ്രവർത്തിക്കേണ്ട CPMൻ്റെ പ്രധാന പ്രവർത്തകന്മാർ ആറ്റിങ്ങിൽ പോയി എന്ന് പ്രചരിപ്പിച്ചില്ലേ? അത് പ്രചരിപ്പിച്ചാൽ UDF തന്നെയാണ്. ഈ UDF പ്രചരിപ്പിക്കുന്ന ഇതൊക്കെ അവർ ദുർബലമാകുന്നതിനനുസരിച്ച് നുണപ്രചരണം കൊണ്ട് നാട്ടിൽ രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. അതൊന്നും ഇവിടെ വിലപ്പോവില്ല. തിരുവനന്തപുരത്തെ വോട്ടർമാർക്കറിയാം, നമ്മളെ നാട്ടിൽ ഇപ്പോൾ ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറയുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരുപാട് മുമ്പിലാണ്. എത്ര വോട്ടിന് മുമ്പിലാണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ പറയേണ്ട ഒരു കാര്യം ഉറപ്പാണ്. കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഉണ്ടായിരുന്ന രീതിയില്ലേ, ആ രീതിയിലൊന്നും നമ്മൾ മുമ്പോട്ട് പോകും. അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നമുക്ക് കോവളം നമ്മൾ പുറകിലായിരുന്നു. ഇത്തവണ കോവളം ചിലപ്പോൾ നമ്മളെ മുമ്പിലേക്ക് വന്നേക്കും. അത്രമാത്രം വ്യത്യാസമുണ്ട്. ഒന്ന്, ഈ മതന്യൂനപക്ഷങ്ങളെ സാധാരണ അവർ സ്വാധീനിക്കാറ് പതിവെന്ന് പറഞ്ഞാൽ BJP ജയിച്ചു പോകുകൊണ്ട് വോട്ട് UDFിൽ ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഇത്തവണ അങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല. BJP ജയിച്ചു പോകും, UDFിലല്ല ചെയ്യേണ്ടത്, LDFിലാണ് ചെയ്യേണ്ടത്. LDFിൽ വോട്ട് ചെയ്താൽ ആ ഉറപ്പുള്ള വോട്ട്, മതനിരപേക്ഷത കൊടുക്കാനുള്ള വോട്ട് LDFിനുള്ളതാണ്. UDFിൽ ചെയ്താൽ മതനിരപേക്ഷതയുമില്ല, അതിന് പകരം രാജീവ് ചന്ദ്രശേഖരൻ തുണയാവും. അതുകൊണ്ട് എനിക്ക് വോട്ടർമാരോട് പറയാനുള്ളത്, നിങ്ങൾ UDFിന് വോട്ട് ചെയ്യുന്നത് ഒഴിവാക്കി LDFിന് വോട്ട് ചെയ്യണം. മതനിരപേക്ഷത സംരക്ഷിക്കണം. കേരളം ഇന്ന് കാണുന്ന കേരളത്തെ നമുക്ക് കാണണം. നമ്മളിന്ന് കാണുന്ന ദൈവത്തിന് സ്വന്തം നാടാണ്. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ദളിതനും ഒരുപോലെ ജീവിക്കുക. അതിന് കോട്ടമുണ്ടാകുന്ന രീതിയിൽ വരാൻ പാടില്ല. BJP വന്നാൽ അതാണ് ഉണ്ടാവുകയെന്ന് പ്രധാനമന്ത്രിയുടെ പ്രസ്താവന തന്നെ നമുക്ക് തെളിയിച്ചു. അതുകൊണ്ട് BJP RSS
RSSൻ്റെ ശബ്ദത്തിലാണ് പ്രധാനമന്ത്രി സംസാരിക്കുന്നത്. അത് വരാതിരിക്കാൻ നമുക്ക് ഒരുമിച്ച് നിൽക്കാം. പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളെ അവഹേളിക്കുന്ന തരത്തിലാണ് ഇപ്പം മറ്റുള്ളവർ പെരുമാറുന്നത്. ജനങ്ങളെ അവഹേളിക്കുന്ന തരത്തിൽ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് പണമുള്ളവനും കോടീശ്വരനും മാത്രം മതി എന്ന രീതിയിലുള്ളൊരു പ്രചരണമാണ് പൊതുവിൽ നടക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇന്നലെ ക്രെയിനിൻ്റെ മുകളിലേക്ക് 2 സ്ഥാനാർത്ഥികൾ കയറിയ നമ്മളെ മുമ്പിൽ നിന്ന് നമ്മൾ സഖാവ് വിജയകുമാർ, നമ്മുടെ ചെയർമാനും ഞാനും, നമ്മളെ മേയറും, അതുപോലെ തന്നെ നമ്മുടെ പ്രശാന്ത് MLA നമ്മൾ ഒരുമിച്ച് ഇന്നലെ ഒരു വണ്ടിയിലായിരുന്നു. ജനങ്ങളെ കൂടിയായിരുന്നു. നമ്മളിന്നും ജനങ്ങളെ കൂടിയാണ്. ജനങ്ങൾ നമ്മുടെ കൂടിയുണ്ട്. നമ്മൾ ജനങ്ങളോടൊപ്പമുണ്ട്. നമ്മളൊരു ബന്ധമെന്ന് പറയുന്നത് ഒരിക്കലും വേർപെടുത്താൻ പറ്റാത്ത ബന്ധമാണ്. ആ ബന്ധം നിലനിൽക്കും. ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യം വേണ്ടി ജയിക്കും. 15 വർഷക്കാലം തിരുവനന്തപുരം അനുഭവിച്ച വേദന ഇതോടെ അവസാനിക്കുമെന്നാണ് എൻ്റെ പൂർണ്ണ പ്രതീക്ഷ. വോട്ടർമാർ നമ്മളെ കൂടെ നിൽക്കുന്നുള്ള പൂർണ്ണ പ്രതീക്ഷയുണ്ട്.